ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു മുട്ട മസാല. നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്ത് ക്യാഷ്നട്ടൊക്കെ ഇട്ട് ഒരു കിടിലിനൊരു മുട്ട മസാലയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കിടന്നാലോ? നോർത്ത് ഇന്ത്യൻ മുട്ട മസാല തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവോള 2 നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 50 ഗ്രാം വെളുത്തുള്ളി വേണം, 25 ഗ്രാം ഇഞ്ചി വേണം, 2-3 പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓൾ ഗരം മസാല വേണം നമുക്ക്, ഏലക്ക, പട്ട തുടങ്ങിയവ. അതുകൂടെ നമ്മൾ ഒരു തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് തുടങ്ങിയവയാണ്. നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ തിളച്ച എണ്ണയിലേക്ക് സവോള 3 നല്ല സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇടുന്നു. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ആയി വരട്ടെ. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഓരോ കരിഞ്ഞു കൊണ്ട് ആവശ്യമൊന്നുമില്ല. നമ്മളിതൊരു അരിപ്പയിലോട്ട് കോരിയിട്ട് എണ്ണയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ പാനിലോട്ട് വെളുത്തുള്ളി ഇടുക, ഇഞ്ചി ഇടുക, പച്ചമുളക് ഇടുക, തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മൾ തക്കാളി 2 ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുന്നു. തക്കാളിയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഈ സവോളയും ക്യാഷ്നട്ടും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കുക. നമ്മളൊരു 50 ഗ്രാം ക്യാഷ്നട്ട് എടുത്തിരിക്കുന്നത്, അതിട്ടിട്ടൊന്ന് നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി തക്കാളിയിലോട്ട് മസാല ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 1/2 സ്പൂണ്, 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, പെരിഞ്ജീരകപ്പൊടി 1 സ്പൂണ്, ഗരം മസാല 1/2 സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. മസാലയുടെ പച്ചക്കുത്തിലേക്ക് ഒന്ന് മാറട്ടെ. നന്നായിട്ട് ഇളക്കി ആ പച്ചക്കുത്തിൽ മാറിയാലേ ആ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ക്യാഷ്നട്ടും സവോളയുടെ ഉള്ള ഇതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മസാല നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ട് ആ ജാറുകൂടെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. അത് ക്യാഷ്നട്ട് അരച്ചേക്കുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കറിക്ക് നന്നായിട്ടൊന്ന് മിക്സായി വരിക. മിക്സ് ആകുമ്പോഴത്തേനും മസാലയൊക്കെ വന്ന് കളറൊക്കെ മാറും. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് അങ്ങോട്ട് വരും. ഇനി നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. 3 മുട്ട നമ്മൾ പുഴുങ്ങിയത് നല്ല വരയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് പൊത്തി വെച്ചൊന്ന് വേവിക്കണം. ആ മുട്ടയിലോട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. നോക്ക്, നമ്മൾ ഇച്ചിരി ഗീയുടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. നോക്കിയാണ്ടോ മസാലയുടെ മുട്ട മസാലയുടെ കളറൊക്കെ മാറി. ഇച്ചിരി മല്ലിയിലയുടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലോ നല്ല കിടില, കാണാൻ തന്നെ കണ്ടോ നല്ല അടിപൊളിയില്ലേ, നല്ല സൂപ്പർ ലുക്ക്. അങ്ങനെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വൈകുന്നേരങ്ങളിൽ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഉഗ്രം കോമ്പിനേഷനാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഈ മുട്ട മസാല നല്ല ഉഗ്രം ടേസ്റ്റാണ്. മല്ലിയിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ പൂർണ്ണത കിട്ടും നമുക്ക്. സ്വാദിഷ്ടമായ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങളതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ നല്ല സൂപ്പർ ഒരു കോമ്പിനേഷനാണ്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.